എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. അപ്പോൾ ദേ കുറച്ച് ദിവസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഓണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ ദേ അടിപൊളിയായിട്ട് ചില്ലായിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പം നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് ജോലി കഴിഞ്ഞ് വന്നിട്ടോ രാവിലെ വെളുപ്പിനൊന്നുമല്ല, വെളുപ്പിനാണ് ഏകദേശം സമയം 1:45. ഈ 1:45 മണിയായിട്ട് ഉറങ്ങാതെ ഇത് എന്തെടുത്തിരിക്കുകയാണെന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ ഷോർട്സ് വീഡിയോയിൽ എല്ലാവരും കണ്ടില്ലേ. നമ്മുടെ ശ്രുതിയുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ പോയ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പം ആ ദിവസം തന്നെ വന്നതിന് ശേഷം ഞാൻ ഇപ്പം തന്നെ ഒരു 2 മണിക്കൂർ ഇല്ല ഉറങ്ങാനായിട്ട് എനിക്ക്. അപ്പം സുധുണ്ട് ഇവിടെ, സുധുണ്ട്, സുനിച്ചേട്ടൻ അവിടെ ദേ ഷർട്ടൊക്കെ മാറി കിടക്കാന്നുള്ള തയ്യാറെടുപ്പിലാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് ഫുൾ ഉറങ്ങിയിട്ടേ ഇല്ല. കടക്കര പോണ കാര്യം 11 മണിയായപ്പോൾ കടക്കരയിലോട്ട് പോയി. അതുവരെ ഇവിടെ ചന്നം പിന്നൊക്കെ നടക്കുകയൊക്കെ ആയിരുന്നു. അപ്പം ഇനി നമ്മൾ 2 മണിക്കൂറിന് ശേഷം വേറൊരു നമ്മുടെ അടിപൊളി സർപ്രൈസ് കാര്യമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അല്ലേ. അതെ, ഈ സർപ്രൈസ് കാര്യങ്ങളിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ കാണാം അല്ലേ. എന്തായാലും സുധുവും ചേട്ടനും ഞാൻ ഇവിടെ നിന്ന് സർപ്രൈസ് വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ മാത്രമേ അവരുണ്ടാവുള്ളൂ. അപ്പം വീഡിയോ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പം അതിൻ്റെ ഒരു കൊച്ചു ഇൻട്രോ ആണ്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോയാലോ? വാ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഏകദേശം ഒരു 4:30 മണിയായപ്പോഴേക്കും ദേ കുളിച്ചൊരുങ്ങി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ വണ്ടിയുടെ അടുത്തേക്ക്. വണ്ടി ഇന്ന് എടുക്കുന്നത് സഞ്ജു ആണ് കേട്ടോ. അപ്പോൾ ദേ സഞ്ജുവിനെയും കൂട്ടിയിട്ട് നമ്മൾ ഇന്നൊരു അടിപൊളി ട്രിപ്പ് പോകാൻ പോകുന്നതിന് ഒരു 1 ഡേ ട്രിപ്പ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, നമ്മൾ തിരുത്തിപ്പുറത്തുനിന്ന് സുനിച്ചേട്ടൻ്റെ അനിയത്തിമാരും കൂടി ഉണ്ട്, 3 പേര് കൂടി. അപ്പോൾ അവരവിടെ സെറ്റായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോർത്ത് അങ്ങാടി ചെന്ന് എടുക്കാമെന്നൊക്കെ കരുതി ഇതേ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും സെറ്റായിരിക്കുകയാണ്. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഈ യാത്ര പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടന്മാരൊന്നും ഇല്ലാതെ പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു ആദ്യത്തെ യാത്രയും, പിന്നെ അതുമല്ല എല്ലാവരും അങ്ങനെ ഒത്തിരി യാത്രകളൊന്നും പോയിട്ട് പരിചയമുള്ളവരൊന്നും അല്ല കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് എന്താണ് എങ്ങനെയാണ് ഈ യാത്രയെക്കുറിച്ച് ഒന്നും അറിയാതെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ദേ കൊച്ചു മലകളും കൊച്ചു അരുവികളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊച്ചു കാടുകളിലൂടെയൊക്കെ ഞങ്ങളിങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ട്രാവലിംഗ് വ്ളോഗൊന്നും അല്ല കേട്ടോ. എൻ്റേതായ ഒരു കൊച്ചു രീതിയിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഹലോ, അപ്പോൾ ദേ ഞങ്ങളങ്ങനെ ഇത്രയും നേരം വോയിസ് ഓവറായിരുന്നല്ലോ. അതേ ഇപ്പം ഞങ്ങളിങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ആരും ഇല്ലാതെ ഒരു പുഴയുള്ളൊക്കെ വായിലോട്ടുള്ള ദൈവം വീണ് പോണത്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും. എല്ലാവരും നടന്നു തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സുനിച്ചേട്ടൻ്റെ ഒരനിയത്തിയാണ്, പിന്നെ ചേട്ടത്തിയുണ്ട്, നമ്മുടെ ശാരിയുണ്ട്, ചേച്ചിയുണ്ട്. അങ്ങനെ ദേ ജൂനാണെങ്കിൽ കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വേഗം പോയിട്ടുണ്ട്. അമ്മ ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പം നമുക്കിനി ബാക്കി ഞങ്ങൾ ഇന്ന് എവിടേക്കാണ് പോണത് എന്താണെന്നൊന്നും അറിയാൻ പാടില്ല. ഇന്നത്തെ ഒരു ദിവസം നമ്മളെന്തായാലും അടിച്ച് പൊളിക്കുക എന്നുള്ള തീരുമാനത്തിലാണ്. ഇപ്പം മുകളിൽ കാറ്റാടിക്കടവിലാണ് നമ്മളിപ്പോൾ ചെല്ലണത്. സന്തോഷം കൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, ശ്വാസം കിട്ടണല്ലോ എനിക്ക്. അപ്പം നമുക്ക് വഴിയെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. നമ്മൾ നടന്നിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന വഴി നല്ലൊരു എന്താണ് പറയേണ്ടത്, നല്ല ടാസ്കാണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ശരിക്കും വഴിയൊക്കെ കാണുമ്പോൾ ഇല്ലേ, ഓരോരുത്തരുടെ റീലിലൊക്കെ ഓരോരുത്തരിങ്ങനെ കഷ്ടപ്പെട്ട് ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷത്തിലാണ്. ചെറിയൊരു സ്ഥലമാണെങ്കിലും ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി കണ്ടൊക്കെ സഞ്ജു എത്തിയെന്ന് തോന്നിട്ട് അവിടെ എല്ലാവരും കുറച്ച് ബുദ്ധിമുട്ടോടുകൂടി, കാരണം നടക്കാറൊന്നുമില്ലല്ലോ, നമ്മളിങ്ങനെ വണ്ടിക്കൊക്കെ തന്നെയല്ലേ. എന്നാലും ഹാപ്പിയാണ്. നമുക്ക് എന്താണ് മുകളിൽ ഉള്ളതെന്ന് കാണാമെന്നുള്ള ആ സന്തോഷത്തിൽ ഞങ്ങൾ നടക്കണം. മുകളിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ദേ നടന്ന് കയറി വരുമ്പോൾ നമ്മൾ താഴെ നമ്മൾ വണ്ടി ഓടിച്ച് വന്ന വഴിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഒത്തിരി പൊക്കത്തിലായല്ലേ നമ്മളെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ദേ ഞങ്ങൾ നടന്ന് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോണത്. ഇതൊക്കെ കാണുമ്പോൾ ആ മറ്റേ റീലിലൊക്കെ ആ പയ്യനും ഒക്കെ ചെയ്യണ പോലെ ഞാനിങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഒറ്റക്ക് പോണേന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഒറ്റക്കല്ല, അതിനിടയ്ക്ക് കൂടി മഴയും വന്ന് ചിറാപ്പുഞ്ചി മഴയത്ത് അതുപോലെ കോട്ടൊക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതിനിടയ്ക്ക് ഒരു സ്ഥലത്തെത്തിയപ്പോഴേക്കും നമ്മുടെ കോടയൊക്കെ ഇങ്ങനെ കണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്രതീക്ഷയോടുകൂടി ഞങ്ങളിങ്ങനെ നടന്നു. ഗൈഡ് ഫ്രണ്ടിൽ നടക്കണം കേട്ടോ. ഗൈഡിനെ നേരിട്ട് കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗൈഡിൻ്റെ പുറം വശം കാണിച്ചു തരാം. അവിടെ ഉണ്ടാവും. അപ്പോൾ ദേ നമുക്ക് ഞാൻ അവിടെയൊക്കെ ചെന്നിട്ട് കാണാമെന്ന് ഞാൻ കുറച്ച് നേരം ആയല്ലേ പറയണത്. എത്തല്ല, അപ്പം എത്തട്ടെ. അങ്ങനെ അധികം
ഒരു ആൾക്കാർ എത്തിപ്പെടണ ഒരു സ്ഥലമല്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എത്തിപ്പെട്ടിട്ട് അവിടെയുള്ള സ്പെഷ്യൽ എന്താണെന്ന് എല്ലാവരും അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും വരാമല്ല. നല്ല അടിപൊളി സ്ഥലമാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും നമുക്കവിടെ എത്താൻ പറ്റും. പക്ഷേ ഒരു വീടൊക്കെ ഉണ്ട് ഇവിടെ. വീടാണെങ്കിൽ ആ വീടിൻ്റെ വഴിയൊക്കെ നല്ല ബുഷ് ചെടിയൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റേ മൈബോസിലെ പോലെ വേറെ വഴി വല്ല വഴി ഉണ്ടാകുന്നാവോ, എങ്കിൽ പിന്നെ ഇവനെ അങ്ങ് ശരിയാക്കും. ഇത് എല്ലാവരും പുറത്ത് നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ എത്തുമോ നോക്കട്ടെ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇനി ആ കാണുന്ന കുന്നിലും കൂടി കയറണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എത്രത്തോളം എല്ലാവർക്കും കയറാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഫ്ലാറ്റായി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. കാഴ്ച കാണാനതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തപ്പോൾ അതിന് സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ലെന്ന്. അന്നേരം സൗണ്ടൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഇനി അപ്പുറത്തെ കുന്നിൽ ചിലപ്പോഴേ ഞങ്ങൾ പോകുള്ളൂ. ബാക്കി വിശേഷങ്ങൾ ഇപ്പോൾ പറയാം. തിരിച്ചു വരണ കേട്ടോ. തിരിച്ചു വരുന്നതിനിടയ്ക്ക് അട്ടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അട്ടകളൊക്കെ കടിച്ചിട്ടേ അട്ട കടിച്ചോണ്ടിരിക്കുമ്പോഴേ നമ്മളിതേ ഇറങ്ങണ വഴിയൊക്കെ കുറച്ച് ടാസ്ക് കണ്ടോ. നമ്മളിപ്പോൾ ഇറങ്ങണ സമയമായപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് കയറാനുണ്ടായിരുന്നു കേട്ടോ, അങ്ങോട്ട് ഉള്ളിലോട്ട്. അത് നമ്മൾ കയറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു പേടി, അത് കാരണം പോയില്ല. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് ഇറങ്ങണ സമയത്ത് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കുറച്ച് മുമ്പാണ് കണ്ടിരുന്നെങ്കിൽ നമുക്ക് എന്തായാലും അവിടെയും കൂടി കയറാൻ പറ്റുമായിരുന്നു. അപ്പോൾ അട്ട കടിച്ച് ചേച്ചീനെ അട്ട നൈസായിട്ടൊന്ന് തോണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പറിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളാണെങ്കിൽ അട്ടനെ കണ്ടിട്ടില്ല, കാണാൻ പോണേനെ. അപ്പോൾ ഒരാളുടെ അപകട സമയത്താണോ ഇങ്ങനെ അട്ടനെ കാണാൻ പോണേന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പിന്നെ നമുക്ക് താഴെ ചെന്നിട്ട് ചായയൊക്കെ കുടിക്കണം. ചായ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് നമ്മൾ കൊണ്ടുവന്നേക്കാനൊക്കെ കാണിച്ചു തരാം കേട്ടോ. വഴി കുറച്ച് അടിപൊളിയായ സ്ഥലമാണ് കേട്ടോ. എന്തായാലും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. പിന്നെ കയറ്റത്തിനോട് ഇഷ്ടമില്ലാത്തവർക്ക് പറ്റൂല, കയറ്റമൊക്കെ ഇഷ്ടമുള്ളവർക്ക് അടിപൊളി നൈസ് സ്ഥലം കേട്ടോ. കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്താ ഒരു ഒച്ച വന്നില്ലേ നിങ്ങൾ? ഞാനിടയ്ക്കിടയ്ക്ക് ചോദിച്ചോണ്ടിരിക്കണ വന്നില്ലേന്ന്. പിന്നെ അവരോട് വരട്ടെ. അപ്പോൾ ഞങ്ങൾ കുറച്ചും കട നീങ്ങി വന്നപ്പോൾ ഉണ്ടടാ അടിപൊളി ഒരു കിഡ്ഡോട്ടാ. വെള്ളച്ചാട്ടം ഒഴുകി നോക്കി ഞങ്ങൾ നിൽക്കണത് വെള്ളച്ചാട്ടത്തിലാണ്. ഒഴുകി വന്ന ഒഴുക്കിലാണ് നിൽക്കണത് എല്ലാവരും കൂടി. അപ്പോൾ ഞങ്ങളിനി ഭക്ഷണം കഴിക്കാൻ പോണേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമോ എന്നൊന്നും അറിയാൻ പാടില്ല. കഴിച്ചിട്ട് വേസ്റ്റൊന്നും ഇവിടെ ഇടാതെ ഞങ്ങൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലല്ല ചേച്ചി. ഇത് ചേച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയും ചപ്പാത്തിയുമാണ് നമ്മളിന്ന് കഴിക്കാൻ പോണത്. അത് നല്ല അടിപൊളി തണവ്. എന്താ ഒരു രസം. ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ ചപ്പാത്തിയും ചിക്കനൊക്കെ കഴിച്ച് ആ വെള്ളത്തിലൊക്കെ കുറച്ച് നേരം അർമാദിച്ച് കളിച്ച് നനഞ്ഞില്ല കേട്ടോ. നനയേണ്ട സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ പോകാൻ പോണത്. ആനയടിക്കൂത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ പോണത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ചുറ്റും ഏതൊക്കെ സ്ഥലങ്ങളിൽ കയറാൻ പറ്റുമോ അവിടെയൊക്കെ കയറാമെന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ യാത്ര തുടങ്ങിയേക്കണത്. അപ്പോൾ ഈ ആനയടിക്കൂത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റൂലെന്ന് സഞ്ജു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, വീഡിയോ അവിടെ എല്ലാവരും നനഞ്ഞൊക്കെ നിൽക്കുന്ന വേഷമാകുമ്പോൾ നമുക്കത് സെറ്റാവില്ല എന്ന്. അപ്പോൾ എന്തായാലും ആനയടിക്കുത്തിൽ പോയിട്ട് ഞങ്ങളൊന്ന് അർമാദിച്ചിട്ട് വന്നിട്ട് ഇനി വീഡിയോ എടുക്കാം. ഹലോ. അപ്പോൾ ഞങ്ങൾ ആനച്ചാടിക്കുത്തിലൊക്കെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റൂലായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അവിടെ ഈ വെള്ളവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ അത്ര നന്നായിട്ട് തോന്നിയില്ല. നമുക്കൊരു പണി കിട്ടിയേക്കണോണ്ട് തന്നെ ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല. മാക്സിമം ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടോ. വെള്ളത്തിലൊക്കെ നല്ല സൂപ്പറായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ നേരമായിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു 2:45 കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ തപ്പി നമുക്ക് കോതമംഗലത്ത് ഒരു സ്ഥലത്തൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി അവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേറെ 2 സ്ഥലങ്ങളും കൂടി പോകാമെന്നൊക്കെ കരുതുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത് ഞാൻ പാർട്ട് 2 ആയിട്ടായിരിക്കുള്ളൂ. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് 2 ഇടാട്ടോ ഞാനപ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടെ കയറി ഭക്ഷണമൊക്കെ കഴിക്കണോടി കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഭക്ഷണമൊക്കെ കഴിക്കാം. അതിനിടയ്ക്ക് ഞങ്ങൾ കുറേ കടകൾ നോക്കിയിട്ട് ഒന്നും സെറ്റായില്ലെന്ന്. എന്താണെന്ന് വെച്ചാൽ ഒന്നും നമ്മൾ ഉച്ചക്ക് നല്ല ഒരു ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തീരുമാനിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫുഡ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ കയറി നോക്കാം. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര വീണ്ടും തുടങ്ങിയിട്ടാണ്. ഭക്ഷണം നല്ല ബോറായിരുന്നു. ബിരിയാണി ആയിരുന്നു. ഒട്ടും
സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. പോട്ടെ, സാരില്ല, ഭക്ഷണം എല്ലാവരും കൂടി നമുക്ക് നന്നായിട്ട് കിട്ടൂലല്ലോ എന്നോർത്ത് ഞങ്ങൾ വീണ്ടും യാത്രകൾ തുടങ്ങി. ഈ യാത്ര കുറച്ചധികം കാട്ടിലൂടെ ആയിരുന്നു. കാട്ടിലൊക്കെ നിർത്തി ഒരു റീലൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഇതേ പോണ വഴിക്കുള്ള വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ പോയത്, ആരും ഇതുവരെ തൂക്കുപാലത്തിൽ കയറിയിട്ടില്ല. എന്തായാലും തൂക്കുപാലത്തിൽ കയറാമെന്നോർത്ത്, തൂക്കുപാലത്തിൻ്റെ പേര് ഞാനൊന്ന് മറന്നു പോയിട്ടുണ്ട്. തൂക്കുപാലത്തിലൊക്കെ കയറി എല്ലാവരും. ഞങ്ങളവിടെ തൂക്കുപാലത്തിലൊക്കെ നിൽക്കുമ്പോൾ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ആട്ടണം കണ്ടപ്പോഴേക്കും പേടിയായപ്പോൾ ഞാൻ ഫോൺ എടുത്ത് സഞ്ജുവിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ എടുത്തോ വീഡിയോ, എനിക്ക് പേടിയാവണം, ചിലപ്പോൾ ഫോണും ഞാനും കൂടി താഴെ കിടക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ദേ വീഡിയോ ഒക്കെ അവനെടുത്ത് തന്ന്. അങ്ങനെ ദേ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലെത്തിയപ്പോഴേക്കും ഉപ്പുമാങ്ങയും പോപ്കോണിൻ്റെ ഇതും മേടിച്ച് ഞങ്ങളങ്ങനെ കഴിച്ച്. അതിനുശേഷം ദേ അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം ഞങ്ങൾ വണ്ടിയിലിട്ട് വന്ന്. വണ്ടിയിൽ ഞങ്ങൾ ദേ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്താനമല്ല പറയണത്, നമ്മൾ അന്താക്ഷരി കളിക്കണ കേട്ടോ. ഇങ്ങനെ അന്താക്ഷരി പാട്ടൊക്കെ പാടി കളിച്ച് അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഒരേ ഗെയിംസൊക്കെ ഇങ്ങനെ കളിച്ച് മാക്സിമം ഞങ്ങളുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലോട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അവസാന ഘട്ടം നമ്മൾ പോകാൻ പോണത് നമ്മൾ റീലിലൊക്കെ കണ്ട പോലുള്ള മിനി സ്വിറ്റ്സർലാൻഡില്ലേ, അങ്ങോട്ടേക്കാണ് എൻ്റെ അടുത്ത് പോകാൻ പോണ്. അപ്പോൾ ദേ മിനി സ്വിറ്റ്സർലാൻഡിൽ ഏകദേശം ഒരു 6:45 മണിയായപ്പോഴാണ് നമ്മളവിടെ എത്തിയേക്കുന്നത് കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു റീലൊക്കെ എടുക്കാമെന്നുള്ള പ്ലാനിലാണ് പോയതെങ്കിലും പക്ഷേ മഴ നമുക്കവിടെ പണിയായിട്ട് വന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി മഴയായപ്പോൾ എല്ലാവരും ഓടിപ്പടച്ച് ഒരു ഷട്ടറിനകത്തോട്ട് കയറി നിന്ന്. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്നാലും റീലൊക്കെ ഒരു ചെറിയ രീതിയിലൊക്കെ എടുത്ത് നല്ല രസമുണ്ട് കേട്ടോ. മിനി സ്വിറ്റ്സർലാൻഡ് ആയാലും നമ്മളിപ്പോൾ പോയ എല്ലാ സ്ഥലങ്ങളായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം അവിടെ നിന്നില്ല. പിന്നെ ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ പോന്നു. പിന്നെ ഇനി നമ്മളുടെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഫുഡ് എന്തായാലും ഉച്ചക്ക് മര്യാദക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഒരു നല്ല ഫുഡ്, അത് നമ്മുടെ പെരുമ്പാവൂർ അൽസാജിൽ വന്നിട്ട് നമ്മളിതേ ഫുഡൊക്കെ നല്ല അടിപൊളി ചിക്കനും ഒക്കെ കൂടി കൂട്ടി നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളുടെ ഈ കൊച്ചി യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം കേട്ടോ.